കഴിഞ്ഞ വീഡിയോയിൽ USB-Cയും HDMIയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു രസകരമായ ചോദ്യം വരുന്നു. 1,00,000 രൂപ വിലയുള്ള TV-യിൽ പോലും 3-4 HDMI പോർട്ടുകൾ മാത്രമുള്ളപ്പോൾ അതിനേക്കാൾ വില കുറഞ്ഞ പല AVRകളിലും 6 HDMI ഇൻപുട്ട് വരെ കാണാം. വില കൂടിയ TV-യിൽ HDMI പോർട്ട് കുറവും വില കുറഞ്ഞ AVRൽ ഇത്രയധികം HDMI പോർട്ടും ഉള്ളത് എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അധികം HDMI പോർട്ട് കൊടുക്കാൻ വലിയ ചിലവാണോ, അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് ഉണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. ഇവിടെ നമ്മൾ TV-യും AVRും വിലയുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് താരതമ്യം ചെയ്യുകയല്ല. കാരണം രണ്ട് ഉപകരണങ്ങളുടെയും വില കൂടുന്നത് വ്യത്യസ്തമായ കാരണങ്ങളാലാണ്. ഒരു TV-യുടെ ഹാർഡ്വെയർ കോസ്റ്റിൽ ഡിസ്പ്ലേ പാനൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. അതിനു പുറമെ ഇമേജ് പ്രോസസ്സർ, മെമ്മറി, സ്മാർട്ട് TV പ്രോസസ്സർ, പവർ സപ്ലൈ, വൈഫൈ, ബ്ലൂടൂത്ത്, സ്പീക്കേഴ്സ് തുടങ്ങിയ പല കമ്പോണൻസും ഉണ്ട്. എന്നാൽ ഒരു AVRൻ്റെ പ്രധാന ജോലി തന്നെ ഒന്നിലധികം ഓഡിയോ വീഡിയോ സോഴ്സുകൾ സ്വീകരിക്കുക, അവ സ്വിച്ച് ചെയ്യുക, ഓഡിയോ പ്രോസസ്സ് ചെയ്യുക, വീഡിയോ ഡിസ്പ്ലേയിലേക്ക് അയക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ AVRൽ HDMI ഇൻപുട്ട്സ് കൂടുതലായി കാണുന്നത് അതിൻ്റെ ഡിസൈൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അപ്പോൾ TV മാനുഫാക്ചറേഴ്സിന് HDMI പോർട്സ് കൂട്ടാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. 4 എന്നത് ടെക്നോളജിയുടെ ഒരു ഹാർഡ് ലിമിറ്റ് അല്ല. ചില മോഡൽസിൽ 4ൽ കൂടുതൽ HDMI പോർട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചോദ്യം കൂടുതൽ പോർട്സ് കൊടുക്കാൻ കഴിയുമോ എന്നതല്ല, ഒരു സാധാരണ TV ഇത്രയധികം HDMI ആവശ്യപ്പെടുന്നുണ്ടോ? അതാണ് ചോദ്യം. ഇത് മനസ്സിലാക്കാൻ ഒരു സാധാരണ ഹോം തിയേറ്റർ സെറ്റപ്പ് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു സെറ്റ് ടോപ്പ് ബോക്സ്, ഒരു ഗെയിമിംഗ് കൺസോൾ, ഒരു ബ്ലൂറേ പ്ലെയർ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ബോക്സ്, പിന്നെ ഒരു ഗെയിമിംഗ് PC എന്നിവയുണ്ടെന്ന് കരുതുക. ഇവയെല്ലാം TV-യിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ 4 HDMI പോർട്സ് വളരെ പെട്ടെന്ന് നിറയും. പക്ഷേ ഒരു AVR ഉണ്ടെങ്കിൽ ഈ സോഴ്സസ് എല്ലാം AVRലേക്ക് കണക്ട് ചെയ്യാം. സെറ്റ് ടോപ്പ് ബോക്സ് ഒരു HDMI ഇൻപുട്ടിലേക്ക്, ഗെയിമിംഗ് കൺസോൾ മറ്റൊന്നിലേക്ക്, ബ്ലൂറേ പ്ലെയർ വേറൊന്നിലേക്ക്, PC മറ്റൊരു HDMIയിലേക്ക് എന്നിങ്ങനെ കണക്ട് ചെയ്യാം. AVR ആവശ്യമായ സോഴ്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ സിഗ്നൽ ഒരു HDMI ഔട്ട്പുട്ട് വഴി TV-യിലേക്ക് അയക്കും. അതായത് AVR ഇവിടെ ഒരു HDMI സ്വിച്ചിങ് ഹബ്ബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. TV-യും HDMI സ്വിച്ചിങ് ചെയ്യുന്നുണ്ട്. HDMI 1, HDMI 2, HDMI 3 എന്നിങ്ങനെ സോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെ അതിനുദാഹരണമാണ്. പക്ഷേ TV-യുടെ പ്രധാന ഡിസൈൻ പർപ്പസ് പല എക്സ്റ്റേണൽ സോഴ്സിനെ സെൻട്രലി മാനേജ് ചെയ്യുന്ന സ്വിച്ചിങ് ഹബ് ആക്കുക എന്നുള്ളതല്ല, ലഭിക്കുന്ന വീഡിയോ സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യുക എന്നതാണ്. AVRൻ്റെ കാര്യത്തിൽ മൾട്ടിപ്പിൾ സോഴ്സ് സ്വിച്ചിങ് തന്നെ അതിൻ്റെ പ്രധാന ഫങ്ഷനുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ 5-6 HDMI ഇൻപുട്ട്സ് ഉള്ളത് AVRൻ്റെ ഡിസൈനോട് വളരെ നാച്ചുറലായി പൊരുത്തപ്പെടുന്നു. AVRൻ്റെ പ്രധാന ജോലി മൾട്ടിപ്പിൾ സോഴ്സ് സ്വീകരിക്കുന്നതാണ്. പക്ഷേ TV-ക്ക് മൾട്ടിപ്പിൾ HDMI ഇൻപുട്ട് ആവശ്യമില്ലേ? 1,00,000 രൂപയുടെ TV ആണെങ്കിൽ 6 അല്ലെങ്കിൽ 8 HDMI പോർട്സ് കൊടുത്താൽ എന്താണ് പ്രശ്നം? ടെക്നിക്കലി കൂടുതൽ HDMI പോർട്സ് നൽകാൻ തീർച്ചയായും കഴിയും. പക്ഷേ HDMI പോർട്സ് എന്നത് പുറത്ത് കാണുന്ന ആ ഒരു ചെറിയ കണക്ടർ മാത്രമല്ല. പ്രത്യേകിച്ച് HDMI 2.1 പോലുള്ള ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർഫേസ് ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഹൈ സ്പീഡ് സിഗ്നൽ ഹാൻഡ്ലിങ്ങിനുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടറി ഉണ്ടായിരിക്കും. 4K റെസൊല്യൂഷൻ, ഉയർന്ന റിഫ്രഷ് റേറ്റ്, HDR, ഹൈ കളർ ഡെപ്ത്, ഗെയിമിംഗ് ഫീച്ചേഴ്സ് തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വലിയ ഡാറ്റ റേറ്റ് കൈകാര്യം ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് 4K 60 ഹെർട്സിനേക്കാൾ 4K 120 ഹെർട്സ് സിഗ്നൽ ഓരോ സെക്കൻഡിലും കൂടുതൽ വീഡിയോ ഡാറ്റ കൈമാറണം. അതിനൊപ്പം 10 ബിറ്റ് കളർ പോലുള്ള ഹയർ കളർ ഡെപ്ത് ഉപയോഗിക്കുകയും HDR പോലുള്ള ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് കൂടുതൽ ഡിമാൻഡിങ് ആവും. അതുകൊണ്ടാണ് ഒരു HDMI 2.1 ഇൻപുട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കണക്ടർ മാത്രം മതിയാകില്ല. ഹൈ സ്പീഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ്, സ്വിച്ചിങ് ആർക്കിടെക്ചർ, PCB റൂട്ടിംഗ്, സിഗ്നൽ ഇൻറ്റഗ്രിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശരിയായി ഡിസൈൻ ചെയ്യണം. സാധാരണ ഒരു ലോ സ്പീഡ് കോപ്പർ വയർ പോലെ HDMIയുടെ PCB ട്രേസിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഹൈ സ്പീഡ് ഇൻ്റർഫേസിൽ PCB ട്രേസ് തന്നെ സിഗ്നൽ ട്രാൻസ്മിഷൻ പാത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ ട്രേസ് എങ്ങനെ റൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ലെങ്ത് എത്രയാണ്,
ഡിഫറൻഷ്യൽ പേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് എങ്ങനെയാണ്, ഇംപീഡൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സമീപത്തുള്ള സിഗ്നൽസ് അവയെ എത്രത്തോളം ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ സിഗ്നൽ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കും. അതുകൊണ്ടാണ് 8 ഹൈ സ്പീഡ് HDMI ഇൻപുട്ടുള്ള ഡിസൈനിൽ ഇൻപുട്ട് റൂട്ടിംഗ്, സ്വിച്ചിങ്, സിഗ്നൽ ഇൻറ്റഗ്രിറ്റി എന്നിവ കൂടുതൽ ഡിമാൻഡിങ് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓരോ HDMI ഇൻപുട്ടിനും ഒരു കംപ്ലീറ്റ് വീഡിയോ പ്രോസസ്സിംഗ് സിസ്റ്റം വേണമെന്നില്ല. സെലക്ട് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ വലിയൊരു ഭാഗം കോമൺ സർക്യൂട്ടറി ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഇനി ഇവിടെ AVRനെ വീണ്ടും നമുക്ക് നോക്കാം. ഒരു AVRൻ്റെ ഡിസൈൻ ഫിലോസഫി തന്നെ മൾട്ടിപ്പിൾ HDMI സോഴ്സസ് കൈകാര്യം ചെയ്യുക എന്നതാണ്. അതിനാൽ അതിൻ്റെ PCB ആർക്കിടെക്ചറിൽ HDMI സ്വിച്ചിങ് ഒരു പ്രധാന ഫംഗ്ഷനാണ്. HDMI ഇൻപുട്ട്സ്, സ്വിച്ചിങ് സർക്യൂട്ടറി, ഓഡിയോ പ്രോസസ്സിംഗ് ആൻഡ് റൂട്ടിംഗ്, സറൗണ്ട് പ്രോസസ്സിംഗ്, HDMI ഔട്ട്പുട്ട് എന്നിവ AVRൻ്റെ പ്രധാന ആർക്കിടെക്ചറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ 6 HDMI ഇൻപുട്ട് പോലുള്ള കോൺഫിഗറേഷൻ നൽകുന്നതിന് AVR മാനുഫാക്ചറേഴ്സിന് കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. TV മാനുഫാക്ചറേഴ്സിൻ്റെ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഒരു TVയുടെ ഹാർഡ്വെയർ കോസ്റ്റിൽ ഡിസ്പ്ലേ പാനൽ വലിയ പങ്ക് വഹിക്കുന്നു. അതിനിടയിൽ HDMI ഇൻപുട്ട് 4 നിന്ന് 6 കൂട്ടുന്നതിലൂടെ എത്ര കസ്റ്റമേഴ്സിന് യഥാർത്ഥത്തിൽ അഡീഷണൽ ബെനിഫിറ്റ് ലഭിക്കും എന്നതും നിർമ്മാതാക്കൾ കണക്കാക്കും. ഇവിടെ ഒരു ബിസിനസ് ഡിസിഷൻ കൂടിയുണ്ട്. ഒരു സെറ്റ് ടോപ്പ് ബോക്സ്, ഒരു ഗെയിമിംഗ് കൺസോൾ, ഒരു സ്ട്രീമിംഗ് ഡിവൈസ്, കൂടാതെ ഒരു സൗണ്ട് ബാർ അല്ലെങ്കിൽ AVR, ഇത്രയും കണക്ടിവിറ്റി കൊണ്ട് തന്നെ സാധാരണ യൂസറിൻ്റെ ആവശ്യം പലപ്പോഴും തീരും. അതിനാൽ 6-8 HDMI പോർട്ട് നൽകുന്നതിലൂടെ ലഭിക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ് ഒരു വളരെ ചെറിയ വിഭാഗം യൂസേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുന്നത്. അതേസമയം അഡീഷണൽ ഇൻപുട്ട് ആൻഡ് സ്വിച്ചിങ് സർക്യൂട്ടറി, PCB സ്പേസ്, ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ, സിഗ്നൽ ഇൻറ്റഗ്രിറ്റി, വാലിഡേഷൻ തുടങ്ങിയ കാര്യങ്ങളും മാനുഫാക്ചറർ പരിഗണിക്കണം. ഇതിൽ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഒരു TVയിൽ 4 HDMI പോർട്ട് ഉണ്ടെങ്കിലും അവ 4 ഐഡൻറ്റിക്കൽ പോർട്ട് ആയിരിക്കണമെന്നില്ല. ചില TVകളിൽ 1-2 HDMI പോർട്ട് മാത്രമേ 4K 120 Hz പോലുള്ള ഹൈ ബാൻഡ് വിഡ്ത്ത് HDMI 2.1 ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. മറ്റുള്ളവ ലോവർ ബാൻഡ് വിഡ്ത്ത് ഇൻപുട്ടായിരിക്കും. അതുപോലെ EARC സപ്പോർട്ട് ചെയ്യുന്നതും സാധാരണയായി ഒരു പ്രത്യേക HDMI പോർട്ടായിരിക്കും. അതായത് TVയിൽ 4 HDMI പോർട്ട് ഉണ്ട് എന്ന വിവരം മാത്രം കൊണ്ട് കണക്ടിവിറ്റി എത്ര നല്ലതാണെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഓരോ HDMI പോർട്ടിനും എന്തൊക്കെ ഫീച്ചേഴ്സ്, ബാൻഡ് വിഡ്ത്ത്, കേപ്പബിലിറ്റീസ് എന്നിവ ഉണ്ട് എന്നുകൂടി നാം പരിഗണിക്കണം. ഇപ്പോൾ EARCൻ്റെ ഉദാഹരണം നോക്കാം. ഒരു സൗണ്ട് ബാർ അല്ലെങ്കിൽ AV റിസീവർ TVയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ TVയിൽ നിന്നുള്ള ഓഡിയോ സൗണ്ട് ബാറിലേക്കോ AV റിസീവറിലേക്കോ തിരിച്ചയക്കാൻ HDMI EARC ഉപയോഗിക്കാം. TVയിലെ ബിൽറ്റ് ഇൻ സ്ട്രീമിംഗ് ആപ്സിൽ നിന്നുള്ള ഓഡിയോ പോലും TVയിൽ നിന്ന് സൗണ്ട് ബാറിലേക്ക് EARC വഴി അയക്കാൻ കഴിയും. അതിനാൽ TVയിലെ ഒരു HDMI പോർട്ട് EARC സപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രാക്ടിക്കലാണ്. എല്ലാ HDMI പോർട്ട്സും EARC വേണമെന്ന ആവശ്യം സാധാരണ യൂസേഴ്സിനില്ല. ഒരേ സമയത്ത് ഒന്നിലധികം സൗണ്ട് ബാർസ് അല്ലെങ്കിൽ AV റിസീവേഴ്സ് TVയിലേക്ക് കണക്ട് ചെയ്യേണ്ട സാഹചര്യം സാധാരണയായി ഉണ്ടാകാറില്ല. ഇതുകൊണ്ടാണ് ഹോം തിയേറ്ററിൽ AVRനെ ഒരു HDMI ഹബ്ബായി ഉപയോഗിക്കുന്നത് വളരെ പ്രാക്ടിക്കലാകുന്നത്. TVയിൽ HDMI പോർട്സ് കുറവാണെങ്കിൽ നിങ്ങളുടെ സോഴ്സസ് എല്ലാം AVRലേക്ക് കണക്ട് ചെയ്യാം. AVRൽ നിന്ന് ഒരു HDMI കേബിൾ മാത്രം TVയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് ഉണ്ട്. AVRനെ HDMI ഹബ്ബായി ഉപയോഗിക്കുമ്പോൾ AVRൻ്റെ HDMI സ്പെസിഫിക്കേഷൻസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഇവ കൂടി പരിഗണിക്കണം. നിങ്ങൾ 4K 120 Hz ഗെയിമിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ AVRൽ ആ സിഗ്നൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. VRR, ALLM, HDR ഫോർമാറ്റ്, HDCP വെർഷൻ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം. പ്രത്യേകിച്ച് പഴയ AVRലേക്ക് ഒരു പുതിയ ഗെയിമിംഗ് കൺസോൾ കണക്ട് ചെയ്യുമ്പോൾ കൺസോളിൻ്റെ സിഗ്നലിന് ആവശ്യമായ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് AVR സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ TVയിൽ നിന്ന് ലഭിക്കേണ്ട ഫുൾ പെർഫോമൻസ് ലഭിക്കാതെ വരാം. അതുകൊണ്ട് AVRൽ 6 HDMI ഇൻപുട്ടുണ്ട് എന്നത് മാത്രം നോക്കരുത്. ആ ഇൻപുട്ട്സ് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. 1 ലക്ഷം രൂപയുടെ TVയിൽ 4 HDMI മാത്രം
പക്ഷേ അതിനേക്കാൾ വില കുറഞ്ഞ AVRൽ 6 HDMI എങ്ങനെ വരുന്നു? 6ഓ അതിൽ കൂടുതലോ ആകാം. കാരണം HDMI പോർട്സിൻ്റെ എണ്ണം വില നിശ്ചയിക്കുന്ന ഒരു മെഷർമെൻ്റ് അല്ല. AVRൻ്റെ കോർ ഫങ്ഷൻ തന്നെ മൾട്ടിപ്പിൾ HDMI സോഴ്സസ് സ്വീകരിച്ച് സ്വിച്ച് ചെയ്യുക എന്നതാണ്. അതിനാൽ കൂടുതൽ HDMI ഇൻപുട്സ് അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ടിവിയുടെ കോർ ഫങ്ഷൻ ഡിസ്പ്ലേ ആണ്. അതിനാൽ HDMI ഇൻപുട്സ് അതിലെ ഓവറാൾ ഹാർഡ്വെയർ ആർക്കിടെക്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനൊപ്പം ഹൈ സ്പീഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ്, PCB കോംപ്ലക്സിറ്റി, ഫിസിക്കൽ സ്പേസ്, കോസ്റ്റ്, കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് തുടങ്ങിയവ കാര്യങ്ങളും മാനുഫാക്ചറേഴ്സ് പരിഗണിക്കും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു പ്രീമിയം TV കാണുമ്പോൾ 1,00,000 രൂപയുടെ TVക്ക് 4 HDMI മാത്രം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് പകരം ഈ 4 HDMI പോർട്ടുകൾ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. കാരണം 4 കേപ്പബിൾ HDMI പോർട്സ് ചിലപ്പോൾ 6 ബേസിക് HDMI പോർട്സിനേക്കാൾ കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. HDMI കണക്റ്റേഴ്സിൻ്റെ എണ്ണം മാത്രം ടെക്നോളജിയുടെ ക്വാളിറ്റി അളക്കാനുള്ള ശരിയായ മെഷർമെൻ്റ് അല്ല. ഇനിയൊരു ചോദ്യം, ഒരു പ്രീമിയം TVയിൽ 4 HDMI പോർട്സ് ഉണ്ടെങ്കിൽ അതിലൊന്ന് മാത്രം ERക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് എല്ലാ HDMI പോർട്സിലും ERക്ക് കാണാത്തത്? ERക്ക് സപ്പോർട്ട് ചെയ്യുന്ന HDMI പോർട്ടിന് വീഡിയോ ഇൻപുട്ട് സ്വീകരിക്കുന്നതിനോടൊപ്പം TVയിൽ നിന്നുള്ള ഓഡിയോ പുറത്തേക്ക് അയക്കാനും കഴിയുമ്പോൾ മാനുഫാക്ചറർ എന്തുകൊണ്ടാണ് സാധാരണയായി ഒരു പോർട്ടിനെ മാത്രം ERക്കായി ഡിസൈൻ ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലെ ടെക്നോളജി മനസ്സിലാക്കിയാൽ HDMIയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സൈഡ് കൂടി നമുക്ക് പിടികിട്ടും. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം.